ആ ഉണ്ണി, 3-4 ദിവസമായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ വൈറ്റ് വാഷിംഗെല്ലാം പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ തിരക്കായ കൊണ്ടാണ് പിന്നെ ഇറങ്ങാൻ പറ്റില്ല. നമ്മളെ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത പരിപാടി നമ്മൾ പഞ്ചായത്ത് കൊടുക്കണം. അതിന് നമ്മൾ കൂട്ടിയെടുത്തല്ലേ, പഞ്ചായത്ത് കൊടുക്കണോ, ഇനി എന്തൊക്കെയാണ് പരിപാടി എന്നെല്ലാം ഒന്ന് കിടക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഇരുന്നിട്ട് സംസാരിക്കേ, പേടിച്ചു പോയി കേട്ടോ. അല്ല, പഴയ വീട് പൊളിച്ച് കൂട്ടിയെടുത്തതല്ലേ നമ്മൾ, അതുകൊണ്ട് ഇനി പഞ്ചായത്തിന് നമ്പറിങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരുമോ? പിന്നെ ഇപ്പോൾ ഈ ലേബർ സെസ്, പിന്നെ ഒറ്റത്തവണ നികുതി വില്ലേജിൽ നിന്നൊക്കെ പറയുന്നതൊക്കെ പേടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്കും ബാധകമാവുക. പഴയ വീട് പൊളിച്ചിട്ട് എടുത്തു കഴിഞ്ഞാലും നമ്മൾ നമ്പറിന് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് ടാക്സ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കംപ്ലീഷൻ പ്ലാനും സർട്ടിഫിക്കറ്റും എല്ലാം പഞ്ചായത്തിലേക്ക് കൊടുക്കേണ്ടത്. പിന്നെ ലേബർ സെസ്സും ഇപ്പോൾ അടക്കേണ്ടി വരും. അതുപോലെ ഒറ്റത്തവണ നികുതി വില്ലേജിൽ അതും അടക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ നേരത്തെ ചെറിയ വീടല്ലായിരുന്നോ? അപ്പോൾ ഇതൊന്നും അടച്ചിട്ടുണ്ടാവില്ല. ഇപ്പം വീട് കുറച്ച് വലുതായില്ലേ, അതുകൊണ്ടാണ് ഇതെല്ലാം അടയ്ക്കേണ്ടതായിട്ട് വരും. പണ്ട് എന്നപ്പോൾ ഇപ്പോഴത്തെ ലൈഫിൻ്റെ വീട് പോലത്തെ വീടായിരുന്നില്ലേ? എനിക്ക് ഓർമ്മയില്ലേ? 70 സ്ക്വയർ മീറ്റർ ആയിട്ടല്ലേ അന്ന് കണക്കൂട്ടിയിട്ട് പറഞ്ഞ്. അതുകൊണ്ട് വില്ലേജ് ഒന്നും പൈസ അടച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എൻ്റെ വില്ലേജ് പൈസ അടക്കൽ വന്നതിന് പണ്ട് എൻ്റെ ഓർമ്മയിൽ 1985 ഞാൻ 4-5 പഠിക്കുന്ന സമയത്താണ് വീട് പണ്ട് എടുത്തിന്. പിന്നെ അത് 2000 ഒരു ബെഡ്റൂമായിട്ട് കൂട്ടിയെടുത്തത്. ആ ബെഡ്റൂം കൂട്ടിയെടുത്ത് അത് വാർപ്പിൻ്റെല്ലേനാ. അപ്പോൾ ബാക്കിയെല്ലാം പൊളിച്ചില്ലേ? പഴയ നിങ്ങളെ വീടിന് എന്തായാലും വില്ലേജിൽ നിങ്ങൾ ഒറ്റത്തവണ നികുതി അടച്ചിട്ടുണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 70 സ്ക്വയർ മീറ്ററും വലിപ്പമല്ലേ ഉള്ളുമായിരുന്നു. പിന്നെ നിങ്ങൾ കൂട്ടിയെടുത്തല്ലേ ഒരു ബെഡ്റൂം. എങ്ങനെ ആയിക്കഴിഞ്ഞാലും അത് കൂട്ടിയെടുത്ത സ്ഥിതിക്കും നിങ്ങൾക്ക് വില്ലേജിൽ പൈസ അടക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു. 85 സ്ക്വയർ മീറ്ററേ ഉള്ളൂ കൂട്ടിയെടുത്തതും കൂടി കൂട്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ശേഷം ഈ കൂട്ടിയെടുത്ത ആ ഭാഗം മാത്രം നിലനിർത്തിയിട്ട് ബാക്കി കംപ്ലീറ്റ് പൊളിച്ചില്ലേ. അതായത് 70 സ്ക്വയർ മീറ്ററും പൊളിച്ചു മാറ്റി ഇപ്പം 15 സ്ക്വയർ മീറ്റർ അവിടെ നിലനിർത്തി. അതുകൊണ്ട് വീട്ടിൻ്റെ നമ്പർ ക്യാൻസൽ ചെയ്യാൻ കൊടുത്തില്ല പഞ്ചായത്തിൽ. അതായത് വീട്ടിൻ്റെ ഒരു ഭാഗം അവിടെ ഉള്ളത് കൊണ്ട് നമ്പർ നമ്മൾ നിലനിർത്തി അതിൻ്റെ നികുതി അടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നിങ്ങളെ വീട് ഗ്രൗണ്ട് ഫ്ലോർ 85 സ്ക്വയർ മീറ്റർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ 70 സ്ക്വയർ മീറ്റർ ഉണ്ട്. അങ്ങനെ മൊത്തം 155 സ്ക്വയർ മീറ്ററാണ് ഉള്ളത്. ഇപ്പം നിങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതിൻ്റെ അകത്ത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ 15 സ്ക്വയർ മീറ്റർ പഴയതാണ്. 140 മാത്രമേ നമ്മളിപ്പം പുതുതായിട്ട് എടുത്തിട്ടുള്ളൂ. മറ്റേ പഴയത് നിങ്ങൾ എടുക്കുന്ന സമയത്തും പഞ്ചായത്തിൽ എഴുത്താലോ ഒന്നും അന്ന് 2000 പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, പഞ്ചായത്തിൽ കയ്യെഴുത്താലോ ഒന്നും കൊടുത്തിട്ടില്ല. ഞാനിങ്ങനെ ഒരു വീട് കൂട്ടിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ നികുതി ഒന്ന് പുതുക്കി തരണം എന്ന് പറഞ്ഞിട്ടൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ രേഖയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ വില്ലേജിൽ നിങ്ങൾ മുന്നത്തെ 85 സ്ക്വയർ മീറ്ററിനാണ് വീടെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. വില്ലേജിൽ ഒറ്റത്തവണ 100 സ്ക്വയർ മീറ്ററിന് താഴെയുള്ള ഒരു വീടിന് ഒറ്റത്തവണ നികുതി ഇല്ല, ഇന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ വീട് വരുന്നത് 155 സ്ക്വയർ മീറ്ററാണ് വരുന്നത്. അപ്പോൾ 155 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്ലാബാണ് വില്ലേജിൽ ഈ ഒറ്റത്തവണ നികുതി എന്ന് പറഞ്ഞാൽ പല സ്ലാബ് സിസ്റ്റത്തിലാണ്. അതായത് 100 മുതൽ 150 വരെ ഒരു റേറ്റ്, 151 മുതൽ 200 വരെ വേറെ റേറ്റ്, അങ്ങനെ വരുന്നത്. അതായത് രണ്ടാമത്തെ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3900 രൂപയാണ് വില്ലേജിൽ ഒറ്റത്തവണ നികുതിയായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. അപ്പോൾ വില്ലേജിൽ ഒറ്റത്തവണ നികുതി അടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ പോയിട്ട് വില്ലേജിൽ പോയിട്ട് ഒറ്റത്തവണ നികുതി അടക്കാൻ പറ്റില്ല. അവിടുന്ന് ഒരു ഫോമുണ്ട്, ആ ഫോം വാങ്ങിക്കുക. അത് കൂടാതെ പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റും കൂടി വാങ്ങിക്കണം. പക്ഷേ നിങ്ങളെ കാര്യത്തിൽ നിങ്ങൾക്കൊരു പഴയ വീട് അവിടെ നിലവിൽ നമ്പർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഓണർഷിപ്പ്
വാങ്ങിച്ചാൽ മതി. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇവിടുന്ന് എടുത്തു തരാം, കുഴപ്പമില്ല. നിങ്ങൾ നേരെ കൃത്യമായിട്ട് പിന്നെ നികുതി അടക്കുന്നതല്ല. നികുതി അടക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടും. അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് വില്ലേജിൽ നിന്ന് കിട്ടുന്ന ആ പിന്നെ ഫോറം 2 എന്ന് പറഞ്ഞ ഫോം വരുന്നുണ്ട്. അതായത് ഒറ്റത്തവണ നികുതി നിർണ്ണയിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ പറമ്പിൻ്റെ നികുതി ചീട്ടും ഈ 3 പേപ്പറും അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റത്തവണ നികുതിൻ്റെ പേപ്പർ വർക്ക് കഴിഞ്ഞു. അത് സമയബന്ധിതമായിട്ട് അവിടെ വില്ലേജിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നിട്ട് നിങ്ങളെ വീട് അളന്നിട്ട് നിങ്ങൾക്കുള്ള നികുതി പിന്നെ നിർണ്ണയിച്ച് അത് അടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയും. അത് അതിൻ്റെ അകത്തുള്ള പ്രോസസ്സിംഗ് ഉണ്ട്. താലൂക്ക് ഓഫീസിൽ തഹസിൽദാർക്ക് അയച്ച് അവർ അപ്രൂവ് ചെയ്തിട്ട് വന്ന് അങ്ങനെയുള്ള പേപ്പർ വർക്കെല്ലാം ഉണ്ട്. അത് ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടക്കാനുള്ള വിളി വരും, അല്ലെങ്കിൽ കടലാസ് വരും. ആ ഒറ്റത്തവണ നികുതി അടച്ചു കഴിഞ്ഞാൽ ആ നികുതി ചീട്ടിൽ, അതായത് അതിൻ്റെ അകത്ത് നിങ്ങളെ പിന്നെ വീട്ടിൻ്റെ ഏരിയ ഉണ്ടാവും. അതായത് 155 സ്ക്വയർ മീറ്ററാണ് നിങ്ങളുടെ വീട്ടിൻ്റെ വിസ്തീർണം എന്നുള്ള അളവ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? 155 സ്ക്വയർ മീറ്ററിൻ്റെ ലേബർ സെസ് അടക്കാൻ ശ്രമിക്കുക. അതെങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 റേറ്റ് പ്രകാരമാണ് നിങ്ങൾക്ക് ഈ 155 സ്ക്വയർ മീറ്ററിൻ്റെ ലേബർ സെസ് കണക്ക് കൂട്ടിയിട്ട് കിട്ടുക. പക്ഷേ നിങ്ങൾ 2000 എടുത്ത 15 സ്ക്വയർ മീറ്ററിൻ്റെ കാര്യം മറന്നേക്കുക. അത് നിങ്ങൾ ഇല്ലീഗലായിട്ട് എടുത്തതാണ്. അപ്പോൾ അതും കൂടി പുതുതായിട്ട് എടുത്തു എന്നുള്ള രീതിയിലാണ് ഇപ്പം കണക്കിൽ വരിക. പക്ഷേ നിങ്ങൾക്ക് വീട്ടു നമ്പർ ഉണ്ട്. ആ വീട്ടു നമ്പർ ഉണ്ടെങ്കിലും ആ ഒരു കോൺക്രീറ്റിൻ്റെ റൂമുണ്ടല്ലോ, ആ ബെഡ്റൂമിൻ്റെ പേപ്പർ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടില്ല. ഇപ്പം എല്ലാം കൂടി റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പിന്നെ ഈ ഏരിയ ഇതൊക്കെ ഉണ്ടല്ലോ, നികുതി പുനർനിർണ്ണയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഏരിയയും അതിൻ്റെ അകത്തേക്ക് വരും. പിന്നെ പറയാൻ വിട്ടുപോയി, പിന്നെ 2015 ലേബർ സെസ്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 സ്ക്വയർ മീറ്റർ മുതൽ 200 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് 9350 രൂപയാണ് ലേബർ സെസ് വരുന്നത് പെർ മീറ്റർ സ്ക്വയറിൽ നിർമ്മാണ ചെലവ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിന് 14,49,250 രൂപയാണ് നിർമ്മാണ ചെലവ് സർക്കാർ കണക്ക് കൂട്ടുക. അപ്പോൾ അതിൻ്റെ 1% നിങ്ങൾ ലേബർ സെസ്സായിട്ട് അടക്കണം. 14,492 രൂപയാണ് ലേബർ സെസ്സായിട്ട് നിങ്ങൾക്ക് വരിക. അത് ഈ 14,492 രൂപ നിങ്ങൾക്ക് ഒന്നിച്ചടക്കാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഗഡുക്കളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 4 ഗഡുക്കളോ 5 ഗഡുക്കളോ 6 ഗഡുക്കളോ, അത് എത്ര ഗഡുക്കളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് അത്ര ഗഡുക്കളായിട്ടും നിങ്ങൾ കിട്ടും. ഇത് അക്ഷയ പോയിട്ടാണ് നിങ്ങൾക്ക് പുതിയ വീടുകൾക്ക് ചെയ്യുന്നത്. അതായത് 2024 മുതലുള്ള വീടുകൾക്ക് അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലേബർ സെസ് അടക്കാം. അക്ഷയയിൽ പോയിട്ട് ഈ ലേബർ സെസ്സിൻ്റെ ഫോം അവർ ഫില്ല് ചെയ്യുമ്പോൾ പറയണം ഗഡുക്കളായിട്ട് അടക്കാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെയല്ലെങ്കിൽ അത് സിംഗിൾ ആയിട്ട് അടക്കുന്ന രീതിയിലാണ് വരും. ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പോൾ ഈ വില്ലേജിൽ നിന്ന് ഒറ്റത്തവണ നികുതിയും അക്ഷയയിൽ നിന്ന് ഈ ലേബർ സെസ്സും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്പറല്ല, ഈ ടാക്സ് റിവൈസ് ചെയ്തിട്ട് തരുമോ? വേറെ നിങ്ങളുടെ ജോലിയൊന്നുമില്ലേ ഇതിൻ്റെ അകത്ത് വേറെ? അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുമോ? അതിനെപ്പറ്റി എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാര്യം തീർന്നില്ല. ഇതിൻ്റെ രസീതിൻ്റെ കോപ്പി, ഫോട്ടോ കോപ്പി എടുത്താൽ മതി. ആ രസീതിൻ്റെ ഫോട്ടോ കോപ്പിയുമായിട്ട് ഇവിടെ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കംപ്ലീഷൻ പ്ലാനും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അങ്ങനെയുള്ള കുറേ ഡോക്യുമെൻ്റ് തയ്യാറാക്കി തരാനുണ്ട്. അത് ക്ലിയറാക്കിയിട്ട് അതിൻ്റെ കൂടെ പഞ്ചായത്തിലേക്കുള്ള നികുതി പുനർനിർണ്ണയിച്ച് തരണമെന്നുള്ള അപേക്ഷയെല്ലാം ഓൺലൈനിൽ ചെയ്യേണ്ടതാണ്. അതൊക്കെ ക്ലിയറാക്കി തന്ന് നിങ്ങൾ തന്ന ഈ നികുതി ചീട്ടിൻ്റെ കോപ്പി ഉണ്ടല്ലോ, അതെല്ലാം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. ഈ ഫയൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ പുതിയ നികുതി നിർണ്ണയിച്ചിട്ട് പഞ്ചായത്ത് നിങ്ങളെ വിളിക്കും പുതിയ നികുതി അടക്കാൻ വേണ്ടിയിട്ട്. അതോടെ നിങ്ങൾ ക്ലിയറായി, അതായത് ഡോക്യുമെൻറ്റേഷൻ എല്ലാം ക്ലിയറായി, നിങ്ങളെ വീട്ടിൻ്റെ യാതൊരു ഡിസ്പ്യൂട്ടായിട്ടും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഓക്കെ അല്ലേ? ഇപ്പം നിങ്ങൾ പുതുക്കിയെടുത്ത വീടുണ്ടല്ലോ, കൂട്ടിയെടുത്ത വീട്ടിന്,
പണ്ടത്തെ വീട്ടിൻ്റെ പേര് തന്നെയാണോ നിലനിർത്തേണ്ടത്, അല്ല പുതിയ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിട ഉടമ സമർപ്പിക്കുന്ന വസ്തുനികുതി റിട്ടേൺസ് എന്ന ഒരു ഫോം നമ്മൾ ഇതിൻ്റെ കൂടെ പഞ്ചായത്തിൽ കൊടുക്കും. അതിൽ നിങ്ങളെ പുതിയ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വീട്ടുപേരല്ലേ നിങ്ങൾക്ക് മാറ്റണം. പഴയതൊക്കെ പിന്നെ സ്ഥലവും പോസ്റ്റ് ഓഫീസെല്ലാം ഒന്നു തന്നെയാണല്ലോ. പുതിയ വീട്ടുപേര് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ അകത്ത് എഴുതി ചേർത്ത് കഴിഞ്ഞാൽ അതായി നിങ്ങളുടെ പുതിയ വീട്ടിൻ്റെ അഡ്രസ്സ്. ആ കാര്യം കൂടി ഓർമ്മിക്കുക. അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.